പത്തനംതിട്ടയിൽ ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ വീട്ടിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീക്ക് ദാരുണാന്ത്യം. പാറക്കോട് സ്വദേശിയായ മറിയം ബീവിയാണ് മരിച്ചത്. പ്രസാദ് എംജിയുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെ. വീട്ടിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീക്കാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴാണ് അപകടമുണ്ടായത്? ഈ അപകടം നടക്കുന്നത് കായംകുളം പുനലൂര് സംസ്ഥാന പാത കടന്നു പോകുന്ന പറക്കോട്, അതായത് അടൂര് താലൂക്കിന് സമീപത്താണ് ഈ പറക്കോട് എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഇത് കായംകുളം പുനലൂര് സംസ്ഥാന ഹൈവേ ആണ്. എപ്പോഴും വണ്ടികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു സംസ്ഥാന പാതയാണ്. അപ്പൊ ഇന്ന് വെളുപ്പിന് 3 മണിയോടുകൂടിയാണ് ഈ ദാരുണമായിട്ടുള്ള ഈ അപകടം നടന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ മേഖലയിലെല്ലാം മഴ നല്ല ശക്തമായി പെയ്തതിനാൽ റോഡിലൊക്കെ വെള്ളം കെട്ടി കിടക്കുകയായിരുന്നു. അപ്പം ഈ രാത്രി കാലങ്ങളിലാണ് ഈ ഹൈവേക്ക് വേണ്ടി ഈ മണലും പിന്നെ കല്ലും മറ്റുമൊക്കെ അടിക്കാൻ വേണ്ടി ഈ പത്തനംതിട്ട മലയോര മേഖലയിൽ നിന്നും പാറമടയിൽ നിന്നും മണ്ണോ അല്ലെങ്കിൽ കല്ലോ കയറ്റി ഈ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ടോറസ് വണ്ടി നിരവധിയാണ് രാത്രി കാലങ്ങളിൽ വണ്ടി പോകുന്നത്. അത്തരത്തിൽ ഒരു ലോറിയാണ് അപകടത്തിൽ പെട്ടത്. ഇപ്പൊ പോലീസ് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോകാനായിരിക്കാം, ഉറങ്ങിപ്പോയി ഈ റോഡിൽ നിന്നും തെന്നി സമീപ വീടിന്റെ മുകളിലേക്കാണ് വീണുകൊണ്ടിരുന്നത്. 60 വയസ്സ് പ്രായമുള്ള പറക്കോട് സ്വദേശി മറിയം ഫാത്തിമ ബീവിയാണ് മരണപ്പെട്ടതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അടൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി വീടിന്റെ മുകളിൽ നിന്നും വണ്ടി വലിയ വടവും JCBയും ക്രെയിനും ഉപയോഗിച്ചൊക്കെ മാറ്റിയതിനു ശേഷമാണ് ഈ മരിച്ച ഫാത്തിമ ബീബിയെ എത്തിച്ചത്. ഇപ്പൊ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഈ മരിച്ച വ്യക്തി കിടപ്പും. ശരി, പ്രസാദ് എംജിയാണ് വിവരങ്ങൾ നൽകിയത്.